എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് സെപ്റ്റംബർ 1 തിങ്കളാഴ്ച. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത പോലെ തന്നെ, ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് അപ്സൈഡിലേക്ക് വന്നു. നിഫ്റ്റിയൊക്കെ 200ഓളം പോയിൻ്റ് പോസിറ്റീവിലാണ്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സ് എല്ലാം തന്നെ ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതും 3 ദിവസത്തെ തുടർച്ചയായ റെഡിന് ശേഷമാണ് ഇന്ന് സെൻസെക്സും നിഫ്റ്റിയുമൊക്കെ ഹൈയിലെത്തി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിനൊക്കെ പ്രധാന കാരണം മികച്ച സാമ്പത്തിക ഡാറ്റ തന്നെയാണ്. അതുതന്നെയാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ്സിനെ ഉയർത്തിയത്. അതായത് ഇന്ത്യയുടെ എക്കണോമി 2026 ഫിനാൻഷ്യൽ ഇയറിൽ ഫസ്റ്റ് ക്വാർട്ടറിൽ 7.8% വളർച്ച ഉണ്ടായി എന്നുള്ളത് നമ്മളൊക്കെ അറിഞ്ഞു. ഇത് 5 ക്വാർട്ടറുകളിലെ ഏറ്റവും ഹൈ ലെവലാണ്. RBIയുടെ എക്സ്പെക്റ്റേഷൻ തന്നെ 6.5 ആയിരുന്നു. ആ ഒരു പ്രവചനത്തെ വളരെ കൂളായിട്ടാണ് മറികടന്നത്. ഈ ശുഭാപ്തി വിശ്വാസത്തെ പിന്തുണച്ചുകൊണ്ട് HSBC ഇന്ത്യ മാനുഫാക്ചറിംഗ് PMI ഓഗസ്റ്റിൽ 59.3 ഉയർന്നു. ജൂലൈയിലെ 59.1 നിന്നാണ് 59.3 ഓഗസ്റ്റിലേക്ക് എത്തിയത്. ഇത് മാർക്കറ്റിലൊരു സ്റ്റാബിലിറ്റിയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതായത് US ഫെഡറൽ അപ്പീൽ കോർട്ട് പറഞ്ഞത് പ്രകാരം ഇപ്പോൾ ട്രംപ് ചുമത്തിയ, അതായത് മിക്ക രാജ്യങ്ങൾക്കും വലിയ താരിഫ് ചുമത്താൻ ട്രംപിന് നിയമപരമായ അധികാരമില്ലെന്ന് കോടതി വിധിച്ചു. അതിനെ തുടർന്നും അതുപോലെ തന്നെ അതിനെ പിൻപറ്റി ഗ്ലോബൽ ക്യൂസുകളെല്ലാം തന്നെ നിർണായകമായി പങ്കുവഹിച്ചു. എന്നിരുന്നാലും ട്രംപിൻ്റെ സെൽഫ് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായി ട്രേഡിംഗ് നടപടികൾ ഇപ്പോൾ താൽക്കാലികമായി നിലവിലുണ്ട് താനും. ഇന്ത്യയുടെ ഫസ്റ്റ് ക്വാർട്ടറിലെ GDP വളർച്ച അത് 7.8% ഉയർന്നത് ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും നമ്മുടെ എക്കണോമിയുടെ പ്രതിരോധ ശേഷിയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആത്മവിശ്വാസം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന കൗൺസിൽ മീറ്റിങ്ങിൽ GSTയിൽ നടക്കാനിരിക്കുന്ന റാഷണലൈസേഷൻ പ്രതീക്ഷകൾ ഈ ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ആട്ടോ, കൺസ്യൂമർ ഡ്യൂറബിൾസ് പോലുള്ള സെക്ടറുകൾക്ക് ഇത് ഗുണം ചെയ്യും. എന്നിരുന്നാലും നിർദ്ദിഷ്ട GST സ്ലാബ് ക്രമീകരണങ്ങളിൽ നിന്നുള്ള വരുമാനക്കുറവിൻ്റെ സാധ്യത കാരണം സർക്കാർ വായ്പ എടുക്കൽ വർദ്ധിക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളും കൂടിയിട്ടുണ്ട്. ഇത് ഡൊമസ്റ്റിക് ബോണ്ട് ഈൽഡിനെ വർദ്ധിപ്പിക്കും. കൂടാതെ അടുത്തിടെ ചുമത്തിയ ട്രംപിൻ്റെ താരിഫുകളുടെ ഇമ്പാക്റ്റ് സെക്കൻഡ് ക്വാർട്ടർ മുതൽ കൂടുതൽ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നിഫ്റ്റി ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവിങ് ആയതോടുകൂടി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിൽ നിന്ന് ഒരു റിക്കവറിക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഓരോ മണിക്കൂർ തോറും RSIയിൽ ഒരു ഹൈഡ് പോസിറ്റീവ് ഡിഫറൻറ്റ് ഡിസ്പ്ലേ ആവുന്നുണ്ട്. എന്നിരുന്നാലും നിഫ്റ്റി 24,850 മുകളിലുള്ള ഒരു ഡിസിസീവ് മൂവ്മെൻറ്റ് മാത്രമേ 25,250 അതുപോലെ 25,500 ഒരു റാലിക്ക് കാരണമാക്കുകയുള്ളൂ. അതിന് ലോ സൈഡിൽ 24,500 എന്നുള്ളതാണ് നിലവിലെ സപ്പോർട്ടായിട്ട് നമുക്ക് പരിഗണിക്കാനുള്ളത്. മാത്രമല്ല 24,850 താഴെ തുടരുന്നിടത്തോളം കാലം, 24,850 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം സെൽ ഓൺ റൈസ് സെൻറ്റിമെൻറ്റ് തന്നെയായിരിക്കും. അതും പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. സെൻസെക്സ് 554 പോയിൻ്റ് പോസിറ്റീവിൽ 80,364 നിഫ്റ്റി 198 പോയിൻ്റ് പോസിറ്റീവിൽ 24,625 എന്നുള്ള ലെവലുകളിലും ക്ലോസ് ചെയ്തു. അതുപോലെ NSEയിൽ NTPC, ടൈറ്റാൻ, ഡോക്ടർ റെഡ്ഡി എന്നിവ ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയപ്പോൾ ഇൻഡസിൻഡ് ബാങ്ക്, ഭാരതി എയർടെൽ, അദാനി എൻ്റർപ്രൈസസ് എന്നിവയാണ് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടവ. ഇന്ന് ബ്രോഡർ മാർക്കറ്റുകളെല്ലാം തന്നെ ഹൈയിലാണ്. നിഫ്റ്റി മിഡ് ക്യാപ്പ്, നിഫ്റ്റി സ്മോൾ ക്യാപ്പ്, ലാർജ് ക്യാപ്പ് എല്ലാം തന്നെ 1.5% മുതൽ 2% പോസിറ്റീവിലാണ്. നിഫ്റ്റി ഫാമ സ്ലൈറ്റ്ലി നെഗറ്റീവ് ബയാസോടുകൂടി ക്ലോസ് ചെയ്തു. മീഡിയ 0.32% നെഗറ്റീവിലാണ്.
ഇവ രണ്ടും ഒഴികെയുള്ള എല്ലാ സെക്ടറുകളും പോസിറ്റീവ് സോണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് 2.8%. എന്നാൽ റിയാലിറ്റിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത്. 2.11% ഇടിവാണ്. തുടർന്ന് നിഫ്റ്റി മെറ്റൽ 1.76 ഓട്ടോ 1.40%. ഇനി നമുക്ക് ഇന്ന് വാച്ച് ചെയ്യാനുണ്ടായിരുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി 24,350 ആയിരുന്നു സപ്പോർട്ട്. റെസിസ്റ്റൻസ് 24,580 നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് ആക്റ്റീവായിട്ടുണ്ട്. ഏകദേശം 50 പോയിൻറ്റോളം റാലി ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ബാങ്ക് നിഫ്റ്റി. ഇന്നലെ സെൻസെക്സ് പറഞ്ഞില്ല. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നമ്മുടെ ലെവൽ ആക്റ്റീവായിട്ടില്ല. ഓക്കെ. തുടർന്ന് നാളെ വാച്ച് ചെയ്യാനായിട്ട് നമുക്ക് സപ്പോർട്ടായിട്ട് ബാങ്ക് നിഫ്റ്റി അല്പം മുകളിലേക്ക് വയ്ക്കാം. 53,600. റെസിസ്റ്റൻസ് ഇത് തന്നെയാണ് 54,100. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ട് അല്പം മുകളിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കാം. 24,400. റെസിസ്റ്റൻസ് ഈ സോണിൽ 24,680. ഓക്കെ. അപ്പോൾ നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. സെൻസെക്സിൽ നമുക്ക് സപ്പോർട്ടായിട്ട് ഈ ഒരു സോൺ വാച്ച് ചെയ്യാവുന്നതാണ്. 79,740. റെസിസ്റ്റൻസ് ഈ ഒരു സിങ് ഹൈ 80,635. ഓക്കെ. അപ്പോൾ ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുക. നാളെ ഇവ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ട്രേഡ് എടുക്കുന്നവരാണെങ്കിൽ നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.